നമസ്കാരം, ഞാൻ ഡോക്ടർ വർഗീസ് കായൽവാരത്ത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ. ഇന്നത്തെ കാലത്ത് വളരെയധികം ആളുകളിൽ കാണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ശരിക്കും ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ശരീരത്ത് പല ഭാഗങ്ങളിൽ ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് ഒന്നാണ് കാലിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത്. മറ്റൊന്ന് ശരിക്കും പൈൽസ് എന്ന് പറയപ്പെടുന്നതും ഒരു തരത്തിലുള്ള ഒരു വെരിക്കോസ് വെയിനാണ്. മറ്റൊന്ന് സ്ക്രോട്ടത്തിൽ പുരുഷന്മാരുടെ വൃഷണത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ. ഇതൊക്കെ അതാത് ലക്ഷണങ്ങളുടേതായ മറ്റു പല പ്രശ്നങ്ങളും കാലാകാലങ്ങളിൽ ഉണ്ടാക്കാൻ സാധ്യതയാണ്. പൊതുവിൽ നമ്മൾ പറയപ്പെടുന്ന വെരിക്കോസ് വെയിൻ എന്ന് എല്ലാവരും പറയുന്ന കാലിൽ വരുന്ന വെരിക്കോസ് വെയിൻസിനെ കുറിച്ചാണ്. ഇന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വെരിക്കോസ് വെയിൻസിനെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള വെരിക്കോസ് വെയിൻസ് ശരീരത്തിൽ പറയപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് നമ്മുടെ കാലിൽ വരുന്ന വെരിക്കോസ് വെയിനെയാണ്. നമ്മൾ വെരിക്കോസ് വെയിൻസ് എന്നുള്ള പേരിൽ പലപ്പോഴും വിവക്ഷിക്കപ്പെടുകയും എല്ലാവരും പറഞ്ഞാൽ അറിയുന്നതും. എന്നാൽ പൈൽസ് ഒരു തരത്തിലുള്ള വെരിക്കോസ് വെയിനാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ സ്ക്രോട്ടത്തിലുണ്ടാകുന്ന വെരിക്കോസ് വെയിൻ ഉണ്ട്. അതിന് ഇൻഫെർട്ടിലിറ്റി പോലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാലിൽ വരുന്ന വെരിക്കോസ് വെയിൻസിനെ കുറിച്ച്. വെരിക്കോസ് വെയിൻസിന് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. പക്ഷേ അതിൻ്റെ ഗ്രേഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് ഇവിടെ പ്രാധാന്യമുണ്ട്. വെരിക്കോസ് വെയിൻസിൻ്റെ പൊതുവിലുള്ള ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ കാലിനൊരു വേദന, നീര്, അതുപോലെ തന്നെ ഭയങ്കര കടച്ചിൽ അല്ലെങ്കിൽ കഴപ്പ് എന്ന് പറയുന്ന ഒരു തരത്തിൽ, പ്രത്യേകിച്ച് മുട്ടിന് താഴെയുള്ള മസിൽസ്, കാഫ് മസിൽസിനൊക്കെ, അതുപോലെ ആങ്കിളിൻ്റെ ഭാഗത്ത്, കാലിൻ്റെ മടമ്പല് ഭാഗത്തൊക്കെ നീരും വേദനയോട് കൂടിയുള്ള അവസ്ഥാവിശേഷം ഉണ്ടാകും. ഇത് പണ്ടുകാലങ്ങളിൽ നമ്മൾ പൊതുവിൽ പറയുന്ന ഒരുപാട് നേരം നിൽക്കുന്നവരിലോ അല്ലെങ്കിൽ സൈക്കിളൊക്കെ ചവിട്ടുന്നവർ, നിന്ന് ജോലി ചെയ്യുന്നവരിലൊക്കെ എന്ന് പറയുന്നെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഇത് വളരെ കോമൺ ആയിട്ട് അല്ലാതെ ഉള്ള ആൾക്കാരിലും കണ്ടുവരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരിൽ, ശരീരഭാരം കൂടുതലുള്ള ആൾക്കാരിലും ഒക്കെ വെരിക്കോസ് വെയിൻസ് ഇന്നത്തെ ഭാഗത്ത് കണ്ടുവരുന്നു. ബേണിംഗ് സെൻസേഷനോട് കൂടി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇറിറ്റേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും. പക്ഷേ നമുക്ക് ശരിക്കും തീർത്തും സഹിക്കാൻ വയ്യാത്തയുള്ള അമിതമായ വേദനയെന്നല്ല ഇതിന് പറയുന്നത്. ഇത് നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നമ്മുടെ ശ്രദ്ധ ആ തരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മുടെ രാത്രിയിലെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വേദന, ഇതൊക്കെ ആണ് വെരിക്കോസ് വെയിൻസിൻ്റെ കാലിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പൊതുവിൽ എല്ലാവർക്കും ഒരു ഫീൽ അപ്പോൾ തോന്നും, ആരെങ്കിലും ആ കാലിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് തന്നിരുന്നെങ്കിൽ വളരെ ഒരു ആശ്വാസം ലഭിച്ചേനെ എന്ന് പലപ്പോഴും എല്ലാവരും തോന്നാറുണ്ട്. വെരിക്കോസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെരിക്കോസ് അൾസറാണ്. നമ്മൾ കാണുന്ന ആ ഒരു ഞരമ്പ് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഞരമ്പുകൾ പോലെ, പ്രത്യേകിച്ച് നമ്മുടെ കാലിലെ സാഫിനസ് വെയിനിലാണ് ഈ പ്രധാനമായിട്ടും കൂടുതൽ ഈ പ്രശ്നം ഉണ്ടായി വരുന്നത്. സാഫിനസ് വെയിനിൻ്റെ നമ്മുടെ അശുദ്ധ രക്തം ശരീരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഹൃദയത്തിലേക്ക് തിരിച്ചു പോകേണ്ട വെയിനാണ്. അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് അത് തിരിച്ച് പ്രോപ്പറായിട്ട് പോകാതെ ഇരിക്കും. വാൽവുകൾക്കുണ്ടാകുന്ന, കാലിലെ ഞരമ്പുകളിലെ വാൽവുകൾക്കുണ്ടാകുന്ന ഡാമേജുമാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇതിൻ്റെ ചികിത്സയിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭക്ഷണത്തിനകത്ത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും അമിതമായ ലോഡ് ശരീരത്തിൽ വരുന്നത് ഇതിന് സാധ്യതയുള്ള ആൾക്കാരിൽ കൂടുതൽ അവരെ വേഗത്തിൽ ഈ ഒരു അസുഖത്തിലേക്ക്, വെരിക്കോസ് വെയിൻസിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നടത്തം. ഒരു ദിവസം എക്സസൈസ്, എല്ലാ ദിവസവും കാല് നല്ലതായിട്ട് നീട്ടി വെച്ച് സ്ട്രെച്ചിങ്ങോട് കൂടിയ എക്സസൈസ് ഒരു 30 മിനിറ്റ് നമ്മൾ എല്ലാ ദിവസവും നടത്തം ശീലമാക്കണം. രണ്ടാമത്, അല്പം ഒന്ന് എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. കിടക്കുന്ന സമയത്ത് നമ്മളൊരു കുഷ്യൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബെഡിൻ്റെ ഭാഗം അല്പം ഉയർത്തി വെച്ചിട്ടോ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് സഹചരാതി തൈലം വെച്ചിട്ടുള്ള റിട്ടേൺ മസാജ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ അനുലോമമായിട്ടുള്ള തടകലാണ് പൊതുവെ കിഴിയാണെങ്കിലും അഭ്യംഗമാണെങ്കിലും എല്ലാത്തിലും അനുവർത്തിക്കുന്നത്. ഒരേ ഒരു കാര്യത്തിൽ, അതായത് വെരിക്കോസ് വെയിൻസിൽ മാത്രം താഴേന്ന് മുകളിലേക്ക്, അല്ലെങ്കിൽ കാല് നീട്ടി വെച്ചിട്ട് താഴേന്ന് മുകളിലേക്കാണ് അവിടെ
സഹചരാതി തൈലം വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. നല്ലതായിട്ട് പ്രസ് ചെയ്ത് അമർത്തി തടവുന്നത് ഇംപ്യൂറായിട്ടുള്ള രക്തം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നതിനെ ഒഴിവാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലെക്ഷൻ എക്സസൈസുകൾ, നമ്മുടെ ആംഗിളിന് കൊടുക്കുന്ന എക്സസൈസ്, അതായത് ഒരു ട്വിസ്റ്റിംഗ് എക്സസൈസുകളെന്ന് പറയാൻ പറ്റുന്നത് നമ്മളൊരു വണ്ടിയുടെ ആക്സിലേറ്റർ ചവിട്ടുന്ന പോലെ നമ്മുടെ ആംഗിളിനെ അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക, റൗണ്ട് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോ, അതിൽ വലിയ വിരൽ കൊണ്ട് റൊട്ടേഷൻ ചെയ്യുക എന്ന് പറയും, റൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ച് 10 പ്രാവശ്യം റൗണ്ട് ചെയ്യുക, സ്ട്രെച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. മുട്ടും ആംഗിളും നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടാണ് ആ ഒരു റൊട്ടേഷൻ എക്സസൈസ് ചെയ്യേണ്ടത്. 2 കാലിലും അത് കൃത്യമായിട്ട് പരിശീലിക്കുക. ഒരു 10 മിനിറ്റ് രാവിലെയും വൈകിട്ടും. പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരിലാണ് ഇതൊരു ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഫലപ്രദമായിട്ട് കണ്ടു. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ചികിത്സയിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന മറ്റ് സിസ്റ്റത്തിൽ ഇതൊക്കെ ഉള്ളത് ഈ ഒരു വെയിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനം നിർത്തലാക്കുക എന്നുള്ള. അതിന് പലതരത്തിലുള്ള സർജറികൾ, അതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് അതിനെ ചെയ്യുക, അതിൽ ടാഗ് ചെയ്തിട്ട് അതിനെ നിർത്തൽ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള രക്തക്കുഴലുകൾ അതിൻ്റെ സപ്ലൈ, അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എല്ലാ വെയിനുകൾക്കും അതിൻ്റേതായ പ്രവർത്തനമുണ്ട്. അപ്പോൾ അതിനെ ഒരു ഭാഗത്ത് ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വെയിനെ നിർത്തൽ ചെയ്യുകയോ അല്ല അതിൻ്റെ പ്രവർത്തനം നിർത്തൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഏരിയയിലുള്ള രക്തയോട്ടം കുറയുന്നു. അവിടെയാണ് ആയുർവേദത്തിൻ്റെ വലിയൊരു പ്രാധാന്യം ഇരിക്കുന്നത്. അതായത് ഈ ഒരു സർജിക്കൽ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ആയുർവേദത്തിന് വളരെ ഫലപ്രദമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് പലർക്കും ഇന്നും അറിയില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രധാനമായിട്ടും ആയുർവേദത്തിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് യോഗ ഉൾപ്പെടെയുള്ള എക്സസൈസുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഒരു ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതോടൊപ്പം ഉള്ളിൽ കഴിക്കുവാനുള്ള മരുന്നുകൾ, നമ്മുടെ വെയിൻസിനെ ശക്തിപ്പെടുത്തുന്ന, വാൽവുകൾക്ക് ആരോഗ്യം നൽകുന്ന ഭക്ഷണ രീതികളും അതോടൊപ്പം എക്സസൈസുകളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സസൈസുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടും യോഗയും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ സർക്കുലേഷൻ, നമ്മുടെ ശരീരത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൻ്റെ ബാക്ക് ഫയറിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില മരുന്നുകൾ ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥിരാവേദം, ജലൂകാവചരണം പോലെ, അതായത് ജലൂക എന്ന് പറഞ്ഞാൽ അട്ടയെ കടിപ്പിക്കുക എന്ന് നാട്ടിൽ പറയുന്ന, അത് ഏകദേശം പൊട്ടാനായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിറവ്യത്യാസം വന്ന് ഏത് സമയത്തും പൊട്ടും എന്ന് പറയുന്ന കണ്ടീഷനിലൊക്കെ നമുക്ക് സ്ഥിരാവേദം ചെയ്യുകയോ, അതിന് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് അത് ചെയ്യുന്നത്. സ്ഥിരാവേദം നമുക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ജലൂകാവചരണം എന്ന് പറയുന്ന അട്ടയെ കടിപ്പിക്കുന്ന ചികിത്സകളും ചെയ്യുന്നത്. അതിൽ നിന്നുണ്ട് ഇമ്പ്യൂറായിട്ടുള്ള ബ്ലഡ് പുറത്തേക്ക് പോവുകയും, ആ പോകുന്ന സമയത്ത് വെച്ചാൽ പോകുക എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ്. നമ്മൾ ബ്ലഡ് പോവുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പലർക്കും ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 25-50 മാക്സിമം ഒരു 60 ml വരെയൊക്കെ അതിനകത്ത് രക്തം നമുക്ക് പുറത്തു പോകുന്നുള്ളൂ. പക്ഷേ വളരെയധികം കെട്ടിക്കിടക്കുന്ന ഈ ഒരു രക്തം പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എഫക്റ്റ്, വളരെ പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് അതിൽ നിന്ന് വളരെ റിലീഫിങ് ഒരു ഫീല് അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ തൈലലേപനം, അഭ്യംഗം എന്ന് പറയുന്നത് പ്രതിലോമമായിട്ടുള്ള ആപ്ലിക്കേഷൻ. പ്രതിലോമ അഭ്യംഗം ചെയ്യുക, തൈലങ്ങൾ തേച്ച് പ്രതിലോമ അഭ്യംഗം ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ കൊണ്ട് വളരെ ഫലപ്രദമായി ശാസ്ത്രീയമായി തന്നെ ആയുർവേദത്തിൽ വെരിക്കോസ് വെയിൻസിന് നല്ല രീതിയിലുള്ളൊരു ചികിത്സ കൊടുക്കുവാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മളതിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മളൊരു വല പോലെ, നെറ്റ് പോലെ, വെബിംഗ് എന്ന് നമ്മൾ പറയും, ആ തരത്തിൽ കരിനീലിച്ച് നിറത്തിലുള്ള നെറ്റ് പോലെ ഉള്ള ചെറിയ ചെറിയ
രക്തക്കുഴലുകൾ പ്രത്യക്ഷപ്പെടുകയും ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചികിത്സ തേടുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ ചില ആളുകളുടെയൊക്കെ കാലിൽ കാണുന്ന പോലെ വലിയ ബബിൾസ് പോലുള്ള ഇതിലേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടി ഒരു ബൾജിങ്ങിലേക്ക് പോകാതെ ഇതിൻ്റെ വെരിക്കോസ് അൾസർ എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വെരിക്കോസ് അൾസർ ഹീൽ ചെയ്യാൻ വളരെ പാടാണ്. സർക്കുലേഷൻ സർജിക്കൽ റിമൂവലിന് ശേഷമുള്ള കേസുകൾ ഒരുപാട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതായത് വെയിൻ സർജിക്കലി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സർക്കുലേഷൻ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ചെറിയൊരു തട്ടലോ മുട്ടലോ കൊണ്ട് അവിടെ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ രക്തയോട്ടം കുറവായതുകൊണ്ട് തന്നെ ആ ഒരു വൂണ്ട് ഹീൽ ചെയ്ത് വരുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വെരിക്കോസ് അൾസറിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ആയുർവേദ ചികിത്സയുടെ ഭാഗം.